അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലൂടെ നടക്കുമ്പോൾ ആ ജമാഅത്തിന് യഹ്ഫറൂന ഖബറ, ഒരു സംഘം ആളുകൾ ഒരു ഖബർ കുഴിക്കുന്നത് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി ഖബറിനെ കുറിച്ച് ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഹബശിയൻ ഖദിമ ഫമാത, എത്യോപ്യക്കാരനായ മനുഷ്യൻ മദീനയിൽ വന്നു, കഴിഞ്ഞ ദിവസം അയാൾ മരണപ്പെട്ടു, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കുന്നത് എന്ന് ഖബർ കുഴിക്കുന്ന ആളുകൾ റസൂലിനോട് പറഞ്ഞു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീക മിൻ അർളിഹി വസമാഇഹി ഇല തുർബത്തിൽ ലത്തി ഖുലിക മിൻ. ഈ മനുഷ്യനെ അദ്ദേഹത്തിന് പരിചയമുള്ള ഭൂമിയിൽ നിന്നും അദ്ദേഹത്തിന് പരിചയമുള്ള ആകാശത്തിൽ നിന്നും ഏതൊരു മണ്ണിൽ നിന്നാണോ ഇയാൾ സൃഷ്ടിക്കപ്പെട്ടത് ആ മണ്ണിലേക്ക് അള്ളാഹു കൊണ്ടുവന്നിരിക്കുകയാണ്. അത്ഭുതം എന്ന് പ്രവാചകൻ പറയുന്നു. ഇയാൾ എത്യോപ്യക്കാരനാണ്, ആ മണ്ണിലേക്ക് അള്ളാഹു കൊണ്ടുവന്നിരിക്കുകയാണ്. അത്ഭുതം എന്ന് പ്രവാചകൻ പറയുന്നു. ഇയാൾ എത്യോപ്യക്കാരനാണ്, അയാൾ ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്, അയാൾക്ക് പരിചയമുള്ള മണ്ണും ആകാശവും അവിടെയാണ്. പക്ഷെ മരിക്കാൻ സമയമായപ്പോൾ ഈ മനുഷ്യനെ അള്ളാഹു അയാളെ സൃഷ്ടിച്ച മണ്ണിലേക്ക് കൊണ്ടുവന്ന് അവിടെ അയാളുടെ ഖബർ ഒരുക്കുകയാണ്. അതാണ് പ്രവാചകൻ പറയുന്നത്. ഈ ഹദീസ് നൽകുന്ന വലിയൊരു സന്ദേശം, ഖബർ എന്നുള്ളത് മനുഷ്യന്റെ തറവാടാണ്. എവിടെ നിന്നാണ് അവൻ ഉത്ഭവിച്ചത് അങ്ങോട്ട് അള്ളാഹു അവനെ കൊണ്ടുവരണം. അതാണ് ഖബർ. ഏതൊരു മനുഷ്യനും അവന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഖബറടക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല മണ്ണിലൂടെ സൃഷ്ടിച്ചപ്പോൾ ആ മണ്ണിൽ എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കാൻ ആവശ്യമായ ഒരു അംശം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെയും മണ്ണിന്റെ ഒരു അംശം അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെങ്കിലും ഒരു മണ്ണിൽ കൊണ്ടുപോയി ഖബറടക്കല്ല ചെയ്യുക. ഏത് മണ്ണിൽ നിന്നാണോ മനുഷ്യനെ പടച്ചത് ആ മണ്ണിലേക്ക് മനുഷ്യൻ ചേരുള്ളൂ. അവിടെയാണോ അവന്റെ ഖബർ വരുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ ഇവിടെ നിന്ന് ഗൾഫിൽ പോകും, അവിടെ മരിക്കും, അവിടെ ഖബറടക്കും. ചില ആളുകൾ ഗൾഫിൽ മരിച്ചാൽ തന്നെ പെട്ടിയിലാക്കി നമ്മൾ കൊണ്ടുവരും. ചിലർക്ക് വാശിയാണ്, ഇവിടെ കൊണ്ടുവരുന്നത് വാശി ഉണ്ടാകുന്നത്. ആ വാശിയുടെ പിന്നിൽ അല്ലാഹുവിന്റെ വലിയൊരു തീരുമാനമുണ്ട്. അത് പടച്ചോൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെയാണ് നമ്മോട് കൊണ്ടുവരാൻ ചെയ്യുന്നത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഇദാ അറാദല്ലാഹു അൻ യമൂത അബ്ദുൻ ബി അർളി, ഒരു അടിമ ഒരു പ്രദേശത്ത് കിടന്ന് മരിക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചാൽ ജഅല ഇലൈഹി ഹാജ, അവിടെ വരാൻ വേണ്ടി അല്ലാഹു ഒരു കാരണമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു കാരണം ഉണ്ടാക്കും മരിക്കാൻ സമയത്ത്. അങ്ങനെ അവൻ അവിടെ എത്തും, അങ്ങനെ അവിടെ കിടന്ന് മരിക്കും. അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അവന്റെ മയ്യത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോയി എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ മണ്ണിൽ അവനെ കൊണ്ടുപോയി ഖബറാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മളിത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ എറണാകുളത്ത് പെണ്ണിനെ കെട്ടിക്കൊടുന്നാൽ അവളുടെ ഖബർ ഇവിടെ വരിക. അപ്പൊ നമ്മൾ ഏത് പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് വരെ പടച്ചോൻ അന്ന് തീരുമാനിച്ചത്, നേരത്തെ തീരുമാനിച്ചതാണ്. അവിടെ നിന്നെടുത്ത മണ്ണാണ്, ഇവിടെ നിന്നെടുത്ത മണ്ണാണ്. അവളുടെ വീട്, അവൾ ജനിച്ചത് വളർന്നത് എറണാകുളത്താണ്, പക്ഷെ അവളെ സൃഷ്ടിക്കാനെടുത്ത മണ്ണ് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഖബറടക്കപ്പെടുന്നത്. അപ്പൊ ഏത് പെണ്ണിനെ വിവാഹം കഴിയുന്ന തീരുമാനം പോലും പടച്ചോൻ പണ്ടുണ്ടാക്കിയ പടച്ചോന്റെ കഴിഞ്ഞൊരു തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.